ബംഗളൂരു കോച്ച് ജെറാർഡ് സരഗോസയുടേത് വെറും തോറ്റവന്റെ രോദനം മാത്രമാണ്. ആർക്കായാലും ഇമ്മാതിരി തോൽവിയിൽ സമനിലയും വാക്കുകളും ഒക്കെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന റഫറിമാർ, പ്രത്യേകിച്ചൊരു പേരെടുത്തു പറയാനാണെങ്കിൽ ക്രിസ്റ്റൽ ജോണിനെ പോലെയുള്ള റഫറിമാർ, കേരള ബ്ലാസ്റ്റേഴ്സിന് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അത്രയ്ക്ക് വലുതാണല്ലോ. ഇതിപ്പോ സരഗോസയുടേതൊക്കെ പറച്ചില് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കെന്ന് പറയുന്നത് പോലെയാണ്. നിർണായക മത്സരങ്ങളിൽ അതിലും നിർണായകമായ പെനാൽറ്റികളും മറ്റും നഷ്ടപ്പെട്ട് തോറ്റു കുത്തിയിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് നേരെ അടച്ചങ്ങ് ആക്ഷേപിക്കലാണ്. കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് റഫറിയിങ്ങിലെ പിഴവുകൾ മൂലം പരാജയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഈ സരഗോസ അടക്കമുള്ള പരിശീലകർ എവിടെയായിരുന്നു? ഓർക്കണം, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇവാൻ ആശാന്റെ കണ്ണീര് വീണ മണ്ണാണ് സാറേ ഇത്. ആശാൻ ഇടനെഞ്ചു പൊട്ടി നിന്ന കളമാണ് മാഷേ ഇത്. ചരിത്രത്തിന് മറവിയില്ല, അതിന് ആവർത്തനം മാത്രമേ ഉള്ളൂ. അപ്പോഴൊക്കെ മൗനം പാലിക്കുകയും ഉള്ളാലെ സന്തോഷിക്കുകയും ചെയ്തിട്ട് അവനവന് പണി കിട്ടുമ്പോൾ കരഞ്ഞോണ്ടിറങ്ങുക. പ്രിയ സരഗോസ മാഷേ, ഇതിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം നാട്ടിൽ നല്ലൊരു ചൊല്ലുണ്ട്. സാറിന് വേണമെങ്കിൽ ഞങ്ങൾ അത് അങ്ങോട്ട് പറഞ്ഞു തരാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതുകൊണ്ട് ഇനി ഇമാതിരി പണി കിട്ടാതിരിക്കാൻ നിങ്ങളെല്ലാവരും കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാർ എന്ന ആ സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ നോക്ക്. അപ്പോ ഈ കരച്ചിലിനൊക്കെ ഒരു ആശ്വാസം കിട്ടും.